الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന്, തഖ്വ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനും ധനവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് പല തവണ സംസാരിച്ചിട്ടുണ്ട്. ഒരു സാമ്പത്തിക ക്രമം എന്നുള്ള നിലയിൽ ഇസ്ലാമിക സമ്പദ്ക്രമത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നതോടൊപ്പം സമ്പത്തിനോടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം സന്തുലിതമായിരിക്കേണ്ടതിന് അല്ലാഹു വലിയ ഉത്ബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരം ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ അധ്യായമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കി
ഇതിനപ്പുറവും ഇപ്പുറവുമുള്ള വേറെ ചില അധ്യായങ്ങളിലെ സൂക്തങ്ങളെ അടിസ്ഥാനമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ധനത്തിന് ഖുർആനിൽ ഖൈർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ ധനികരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ സാഹിബുൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖൈർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, നന്മ എന്നാണ്. അപ്പോൾ ധനത്തെ നന്മ എന്ന് വിശദീകരിച്ചിരിക്കുന്നു ഖുർആൻ. പക്ഷേ ആ ധനത്തോടുള്ള അമിതമായ പ്രതിപത്തി, ധനത്തോടുള്ള വലിയ ആഗ്രഹം, താൻ ധനത്തിന്റെ ഉടമയാകുന്നതിന് പകരം താൻ ധനത്തിന്റെ അടിമയായി തീരുന്നതിനുള്ള മനുഷ്യന്റെ ചാപല്യം, ഇതിനെയെല്ലാം വിശുദ്ധ ഖുർആൻ വളരെ നിശിതമായ സ്വഭാവത്തിലാണ് വിമർശിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബാധ്യതയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുകയാണ്, സ്നേഹിക്കേണ്ടതിന്റെ പരിധി വിട്ട് സ്നേഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ചിലപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങളുടെ സ്രഷ്ടാവായ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ധനത്തെ സ്നേഹിക്കുകയാണ്. ധനത്തെ സ്നേഹിക്കുന്നതോടുകൂടി, അമിതമായി സ്നേഹിക്കുന്നതോടുകൂടി ഒരു മനുഷ്യരിൽ വന്നു ചേരുന്ന പ്രകൃതങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവന് ആദ്യമായി വന്നു ചേരുന്ന ഗുണം അവന്റെ നാഥനോട് ധിക്കാരം പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരിക്കും. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവേക്കാൾ ധനത്തെ സ്നേഹിക്കേണ്ടി വരുമ്പോൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന സമയവും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന വിഭവങ്ങളും സമ്പത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവൻ വിനിയോഗിക്കേണ്ടി വരും. അതിൻ ഫലമായി സംഭവിക്കുന്നത് സ്വന്തം നാഥനോട് ധിക്കാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹുവോട് ധിക്കാരം പ്രവർത്തിക്കുന്നു എന്നതിന് അവൻ തന്നെ സാക്ഷിയാണ്. വേറെ ഒരു സാക്ഷിയെ നാം കൊണ്ടുവരേണ്ടതില്ല. കാരണം അവൻ ധനത്തോട് അമിതമായ പ്രതിപത്തി വെച്ചു പുലർത്തുന്നവനാണ്. അവന്റെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന, അവനെ മുഴുവൻ മതിച്ചു കൊണ്ടിരിക്കുന്ന വികാരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ധനത്തോടുള്ള സ്നേഹം എന്ന ഒരൊറ്റ വികാരമായിരിക്കും. ആ വികാരം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ചെകഞ്ഞെടുത്ത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അയാളുടെ പുറം പരിവേഷങ്ങളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് അയാളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വികാരം എന്ത് എന്ന് യഥാവിധി മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അല്ലാഹുവിന് അത് സാധിക്കും. പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലൂടെ ഓരോ മനുഷ്യന്റെയും യഥാർത്ഥത്തിലുള്ള പ്രചോദനം എന്തായിരുന്നു, ജീവിതത്തിന്റെ പ്രചോദനം എന്തായിരുന്നു, ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രചോദനം എന്തായിരുന്നു എന്ന് അല്ലാഹു മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹുവിന് മനസ്സിലാക്കാൻ കഴിയും. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. അവൻ അറിയുന്നില്ലേ
ഖബറിലുള്ളത് പുറത്തെടുക്കപ്പെട്ടാൽ, പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ. വഹുസ്സില മാ ഫിസ് സുദൂർ. ഹുസ്സില എന്ന വാക്കിന്റെ അർത്ഥം ഒന്നാമത് പുറത്തെടുത്തിടുക എന്നുള്ളതാണ്. രണ്ടാമത് ചികഞ്ഞ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഹുസ്സില എന്ന വാക്കിന്റെ അർത്ഥം. വഹുസ്സില മാ ഫിസ് സുദൂർ. നെഞ്ചകങ്ങളിൽ എന്താണോ ഉള്ളത് അവയെല്ലാം തന്നെ പുറത്ത് എടുത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭം. നെഞ്ചകങ്ങളിൽ എന്താണ് ഉണ്ടാകുന്നത്? നെഞ്ചകങ്ങളിൽ ഉണ്ടാകുന്നത് നെയ്യത്താണ്. നെയ്യത്താണ് നെഞ്ചകങ്ങളിൽ ഉണ്ടാകുന്നത്. ആ നെയ്യത്ത് പറഞ്ഞാൽ എന്താണ്? നാം വിചാരിച്ചിരിക്കുന്നത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഓരോ അമലുകളും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ മുന്നോടിയായി നാം ചൊല്ലിപ്പറയുന്ന ചില വാക്കുകളാണ് നെയ്യത്ത് എന്നാണ് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല നെയ്യത്ത്. നെയ്യത്തെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സാക്ഷാൽ പ്രചോദനം എന്താണോ ആ സാക്ഷാൽ പ്രചോദനമാണ് നെയ്യത്ത്. അപ്പോൾ നെഞ്ചകങ്ങളിൽ ഉണ്ടാകുന്നത് അമലുകളുടെ നെയ്യത്തുകളാണ്. ആ നെഞ്ചകങ്ങളിലുള്ള നെയ്യത്തുകൾ അള്ളാഹു പുറത്തെടുത്തിടുകയും എന്നിട്ട് ആ നെയ്യത്തുകൾ ഏത്, ഓരോ അമലിന്റെയും നെയ്യത്ത് ഏത് എന്ന് തിരയുകയും ചെയ്താൽ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. അന്ന് തീർച്ചയായും അവരുടെ നാഥൻ അവരെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവനായിരിക്കും. ഈ മനുഷ്യനെ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ പ്രീതിയിലുള്ള ആഗ്രഹമാണോ, സ്വർഗത്തിലുള്ള ആഗ്രഹമാണോ? അതല്ല, ഇയാളെ യഥാർത്ഥത്തിൽ നയിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തികമായ താൽപര്യങ്ങളാണോ? അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ദീനീ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കാം, മനുഷ്യ സേവന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ സാക്ഷാൽ പ്രചോദനമേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം തെരഞ്ഞി കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അയാളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് എന്നാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവോടുള്ള ധിക്കാരമാണ് സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം കാരണം മനുഷ്യനുണ്ടായിത്തീരുന്ന ഒരു ചാപല്യം. രണ്ടാമത്തെ ചാപല്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ആദ്യം ഖുർആൻ അധ്യായം ഓതി കേൾപ്പിച്ചുകൊണ്ട്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഒരു ഭാഗത്ത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണെങ്കിൽ മറുഭാഗത്ത് മനുഷ്യരോടുള്ള സമസ്രഷ്ടങ്ങളോടുള്ള പെരുമാറ്റമാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ആളുകളെ ആക്ഷേപിക്കുകയും ആൾക്കെതിരെ കുത്തുവാക്കുകൾ പ്രയോഗിക്കുകയും ആളുകളോട് മുഖം ചുളിച്ച് സംസാരിക്കുകയും ആളുകളോട് പുച്ഛഭാവം കാണിക്കുകയും ചെയ്യുക എന്നത് ഒരു ദുസ്വഭാവമാണ്. ആ ദുസ്വഭാവം ആർക്കാണോ ഉള്ളത് അവർക്ക് അവർക്ക് നാശം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്കുകൾ പ്രയോഗിക്കുകയും ആളുകളെ ആക്ഷേപിച്ച് സംസാരിക്കുകയും ആളുകളുടെ നേരെ മുഖം ചുലിക്കുകയും ആളുകളെ പുച്ഛഭാവത്തോട് കൂടി കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. ആ ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? അതാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ധനം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് എപ്പോഴും ശ്രദ്ധ ധനത്തിലാണ്. ധനമൊഴിച്ച് മറ്റുള്ളതൊന്നും അവരുടെ പരിഗണനയില്ലാത്തതാണ്.
അതുകൊണ്ട് അത് അവർ എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കും. പഴയ കാലത്താണെങ്കിൽ ആ അരപ്പട്ട, അതിൽ നിന്ന് ഇടയ്ക്കിടെ അതിൽ ചുരുട്ടി തിരികെ വെച്ചിരിക്കുന്ന നോട്ടുകൾ എടുത്ത് പുറത്തെടുത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് അതേമാതിരി തന്നെ ചുരുട്ടി അവിടെ വെച്ച് ആ ബട്ടൺ ഒട്ടിച്ച് വിൽക്കും. ഓരോ ബസ്സിൽ കയറുമ്പോഴും ഓരോ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത് തന്നെയായിരിക്കും അയാളുടെ പരിപാടി. പെട്ടിയിലാണ് പണം വെച്ചതെങ്കിൽ ഇടയ്ക്കിടെ അത് എണ്ണി പരിശോധിച്ച് അവിടെ തന്നെ വെച്ച് എല്ലാ താക്കോലുകൊണ്ടും പൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തും. തന്റെ ലാപ്ടോപ്പിൽ എപ്പോഴും ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കും തന്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, തന്റെ ടേൺ ഓവർ എത്രയുണ്ട്, കാശി എത്ര തനിക്ക് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. താൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്ത് വകകളുടെ ആധാരങ്ങൾ ഇടയ്ക്കിടെ എടുത്തു പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ധനത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്തിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് ഹുമസത്തിൽ ലുമസ. അയാൾ ഹുമസയുമായിരിക്കും, ലുമസയുമായിരിക്കും. ആളുകളോട് കുത്തുവാക്ക് പറയുന്നയാളും ആളുകളെ പുച്ഛത്തോടുകൂടി കാണുന്നയാളുമായിരിക്കും. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ ധനം എക്കാലവും നിലനിൽക്കും എന്ന് അയാൾ വിചാരിക്കുന്നു. കല്ലാ, വേണ്ട വേണ്ട. ലയുംബദന്ന ഫിൽ ഹുതമ, ലയുംബദന്ന ഫിൽ ഹുതമ. അയാൾ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും, ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് എന്താണ്? എടോ മനുഷ്യ, ഹുതമയുടെ ഗാംഭീര്യം നിന്നെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ എന്തു വാക്കുകളാണ് പറയേണ്ടത്? നിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, മനുഷ്യന് പരിചിതമായ അവന്റെ പരിമിതമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ ഹുതബയുടെ ഗാംഭീര്യം, അതിന്റെ ഭയാനകത, അതിന്റെ ഭയങ്കരത പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുകയില്ല. വമാ അദ്റാക മൽ ഹുതമ. ഹുതമയുടെ ഭയാനകത എങ്ങനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരിക? അത് പറഞ്ഞു തരാനുള്ള ഏത് വാചകമാണോ നിന്റെ കയ്യിലുള്ളത്? ഇല്ല. അതിന്റെ ഭയാനകത നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ള വാചകം നിന്റെ പരിചയത്തിലില്ല. ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു തന്നുകൊണ്ട് ഹുതമ എന്ന് പറയുന്ന നരകം ഇങ്ങനെയുള്ളതാണ് എന്ന് നിനക്ക് പറയണമെങ്കിൽ നിനക്ക് പരിചയമുള്ള മറ്റൊരു നരകം വേണ്ടേ? അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ടും അത് നിന്നോട് പറയുക സാധ്യമല്ല. വമാ അദ്റാക മൽ ഹുതമ. മനുഷ്യന്റെ പരിമിതിയെ അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ മനുഷ്യന്റെ കയ്യിലില്ല എന്ന് മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നാറുല്ലാഹിൽ മൂഖദ. നാറുല്ലാഹിൽ മൂഖദ. അല്ലാഹുവിന്റെ തീയാണത്. എല്ലാ തീയും അല്ലാഹുവിന്റെ തീയാണ്. അങ്ങനെ പറഞ്ഞാ പോരാ. നാറുല്ലാ, ഇത് അല്ലാഹുവിന്റെ തീയാണ്. അൽ മൂഖദ, കത്തിക്കപ്പെട്ട അല്ലാഹുവിന്റെ തീ. ആ തീയുടെ സവിശേഷത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ തീ വളരെ സവിശേഷതയുള്ള തീയാണ്, പ്രത്യേകതയുള്ള തീയാണ്, പരിശീലനം സിദ്ധിച്ച തീയാണ്. ആ തീന്റെ പ്രത്യേകത എന്താണ്? അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. അത് ഫുആദുകളിലേക്ക്, ഹൃദയാന്തരാളങ്ങളിലേക്ക് ചെന്നു ചേരുന്ന തീയാണ്. ഹൃദയാന്തരാളങ്ങളിലേക്ക് ചെന്നു ചേരുന്ന തീയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ എന്താണുള്ളത്? ഹൃദയത്തിലുള്ളത് നെയ്യത്തുകളാണ്. ആ നെയ്യത്തുകളിലേക്ക് എത്തിച്ചേരുന്ന, അതിലേക്ക് എത്തി നോക്കുന്ന തീയാണ്. എന്നിട്ട് ആളുകളുടെ അമലുകളുടെ പുറംപൂച്ചിലേക്കല്ല നോക്കുക,
ആളുകളുടെ അമലുകളുടെ പുറങ്ങളിലേക്കല്ല നോക്കുക, മറിച്ച് ആ അമലുകൾക്ക് പ്രചോദനമായി വർത്തിച്ചിട്ടുള്ള നെയ്യത്തുകളിലേക്ക് എത്തി നോക്കി ആ നെയ്യത്തുകൾക്കനുസരിച്ച് മനുഷ്യനെ കരിച്ചു കളയാൻ കഴിവുള്ള അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ട തീയാണ് ഹുതമ എന്ന് പറയുന്നത്. ഇതൊക്കെ നിനക്ക് മനസ്സിലാക്കി തരാൻ വാചകങ്ങൾ എന്താണ്? ഇതൊക്കെ നിനക്ക് മനസ്സിലാക്കി തരാനുള്ള ഉദാഹരണങ്ങൾ എന്താണ്? വമാ അദ്റാക മൽ ഹുതമ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഖ്സദ. അതവരുടെ മേൽ മൂടപ്പെട്ടതായിരിക്കും, അടച്ചു വെക്കപ്പെട്ട തീ. അടച്ചു വെച്ചാൽ വീണ്ടും അതിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത് തീയാകുമ്പോൾ. ഫീ അമദിൻ മുമദ്ദദ. ആ അടച്ചു വെക്കപ്പെട്ട തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പോലും അവർക്ക് നടത്താൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള തൂണുകളിൽ അവർ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന് കാരണമായി തീരുന്നുണ്ട്. അങ്ങനെ കാരണമാകുന്നുണ്ടെങ്കിൽ അള്ളാഹു നെയ്യത്തുകൾ തിരഞ്ഞെടുത്ത് ശിക്ഷിക്കുന്ന ദിവസം നിങ്ങളെ ശിക്ഷിക്കും എന്ന് അള്ളാഹു പറയുന്നു. ജനങ്ങളോടുള്ള പുച്ഛം നിങ്ങൾക്ക് വളരുന്നുണ്ട്. ജനങ്ങളോടുള്ള ആക്ഷേപം നിങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ധനത്തോടുള്ള അമിതമായ സ്നേഹത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലക്കുണ്ടാകുന്നതാണ്. അള്ളാഹു അതിനെയും കൈകാര്യം ചെയ്യും എന്ന് നമ്മളോട് പറയും. എപ്പോഴും സാമ്പത്തിക ക്രമങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ, വ്യവസായശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വ്യാപാരികൾ, ഭരണതലങ്ങളിൽ സാമ്പത്തിക പ്രക്രിയകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും അവരുടെ ഹുബ്ബുൽ ഖൈർ എങ്ങനെയുണ്ട്? താൻ ധനത്തിന്റെ ഉടമയാണോ? അല്ല. ധനം തന്റെ ഉടമയാണോ? താൻ വിളിക്കുന്നിടത്ത് ധനം വരികയാണോ? അല്ലെങ്കിൽ ധനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് താൻ പോവുകയാണോ എന്ന് അവലോകനം ചെയ്തുകൊണ്ട് പരലോകത്തിലുള്ള ഭാവി നിർണയിക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിച്ചത്. നാം ഷഅബാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് മാസം ഷഅബാൻ. പള്ളികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷഅബാൻ ഫീ റജബ് വ ഷഅബാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ ഷഹ്റ റമളാൻ. അല്ലാഹുവേ, ഇവിടെ വെച്ച് നീ ഞങ്ങളെ പിടികൂടരുത്. ഈ വഴിയിൽ വെച്ച്, ഈ അടുത്ത് വെച്ച് നീ ഞങ്ങളെ പിടികൂടരുത്. റമളാനിലേക്ക് എത്താനുള്ള ഒരവസരം നീ ഞങ്ങൾക്ക് നൽകണം. നല്ല ആരോഗ്യത്തോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി, സന്തുലിതമായ മനുഷ്യരായി റമളാൻ സ്വീകരിക്കുവാനുള്ള ഒരവസരം ഞങ്ങൾക്ക് നൽകണം എന്ന് ഇമാമുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം നിങ്ങളെ ഉണർത്തിയതെന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിന്റെ സ്വഭാവമനുസരിച്ച് സകാത്ത് നൽകുന്ന സന്ദർഭം റമളാനാണ്. നോമ്പിനൊരുങ്ങുന്നത് പോലെ തന്നെ സകാത്തിനും നമ്മൾ ഒരുങ്ങണം എന്നുള്ള ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. തന്റെ ധനത്തിൽ നിന്ന് തന്റേതല്ലാത്ത അവകാശം എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടാനാണ് നാം ശ്രമിക്കേണ്ടത്. റമളാൻ വരെ കാത്തു നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല, അതിനു മുമ്പേ ചെയ്യേണ്ടതാണ്. ബാധ്യത വന്നു ചേരുന്ന അതേ നിമിഷം തന്നെ ആ കാര്യം പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, റമളാനിൽ അക്കാര്യം നിർവഹിക്കുക എന്ന്. പക്ഷേ അത് നിർവഹിക്കുവാൻ റമളാനിന്റെ മറ്റു കാര്യങ്ങൾക്ക് നാം സന്നദ്ധമാകുന്നത് പോലെ
പച്ചരി വാങ്ങി പൊടിച്ചു വെക്കുന്നത് പോലെ, മല്ലിയും മുളകയും കരുതി വെക്കുന്നത് പോലെ, പള്ളികളും വീടുകളും പെയിന്റ് അടിക്കുന്നത് പോലെ, വീട്ടിലെ റൂമും പുറവും വൃത്തിയാക്കുന്നത് പോലെ, നനച്ചു കുളിക്കുന്നത് പോലെ നമ്മുടെ സക്കാത്തിനെയും നനച്ചു കുളിപ്പിക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്കാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ പ്രചോദനങ്ങളെ, നമ്മുടെ നിയ്യത്തുകളെ വിലയിരുത്തുമെന്നും അതിനനുസരിച്ച് നമുക്ക് ശിക്ഷയും രക്ഷയും നൽകുമെന്നും ഉള്ള ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഇബാദില്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നലെ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ധാരാളം സവിശേഷതകളുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ നമ്മെ വിട്ടുപിരിഞ്ഞ് അല്ലാഹുവിലേക്ക് യാത്രയായി. KT അബ്ദുറഹീം സാഹിബ്. ചിന്തയിലും വികാരങ്ങളിലും വേഷത്തിലും പെരുമാറ്റത്തിലും മര്യാദയിലും സംസാരത്തിലുമെല്ലാം സ്വന്തമായ വ്യക്തിത്വം പുലർത്തിയിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ പൊതു മുസ്ലിം ലോകത്തിന് അത്രത്തോളം അദ്ദേഹത്തെ പരിചയപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ടാവുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ പ്രത്യേകതയായിരുന്നു. ഒരിക്കലും മുസ്ലിയാരെന്നോ മൗലവിയെന്നോ വിളിക്കപ്പെടാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നോക്കിക്കാണാനും തന്റേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പൊതുസമൂഹവുമായി ആ വിഷയത്തിൽ സംവദിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റു പണ്ഡിതന്മാരെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇൽമ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് ആ പറഞ്ഞത് തീരെ മനസ്സിലായില്ല. ഇൽമ് എങ്ങനെയാണ് ലോകത്തുനിന്ന് ഉയർന്നു പോവുക? കാരണം ലഭ്യമാകുന്ന ഇൽമൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ തന്നെ എഴുതി വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലുകളിൽ, കല്ലുകളിൽ, തോലുകളിൽ, ഇലകളിൽ ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഇൽമ് എവിടെ പോകാനാണ് എന്നുള്ള ഒരു സംശയമായിരുന്നു അവർക്ക്. അവർ ആ സംശയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഇൽമ് ഉയർന്നു പോകുന്നത്, ലോകത്ത് നിന്ന് ഉയർന്നു പോകുന്നത് ആലിമീങ്ങൾ മരിച്ചു പോകുന്നതോടുകൂടിയാണ്. ആലിമീങ്ങൾ മരിച്ചാൽ ഇൽമ് ഇല്ലാതായി തീരുകയാണ്. എന്താണ് ഈ ആശയം? ആലിമീങ്ങൾ മരിച്ചാൽ ഇൽമില്ലാതായി തീരുമോ? ഇൽമിവിടെ ഇല്ലേ? അന്ന് ഇലകളും തോലുകളും എല്ലുകളും കല്ലുകളും ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് താളിയോലകൾ വന്നില്ലേ? അതിനുശേഷം കടലാസ് വന്നില്ലേ? പേന വന്നില്ലേ? അച്ചടി വന്നില്ലേ? അവിടുന്ന് വളർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജ്ഞാനവിനിമയത്തിന്റെ, വിവരവിനിമയത്തിന്റെ അസാധാരണമായ ഒരു സ്ഫോടനമല്ലേ? കമ്പ്യൂട്ടറുകൾ, സിഡികൾ, നെറ്റ്, വിവരങ്ങൾ വിരൽത്തുമ്പിലല്ലേ?
എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ നിൽക്കെ, എല്ലാ വിവരങ്ങളും ശേഖരിക്കപ്പെട്ടിരിക്കെ ജ്ഞാനം ഉയർന്നു പോകുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് റസൂലിന്റെ മറുപടിയിൽ വലിയ ആശയങ്ങളുണ്ട്. മറുപടിയായി, നിങ്ങൾ എല്ലുകളിലോ തോലുകളിലോ എഴുതി വെക്കുന്നത്, നിങ്ങൾ കല്ലുകളിലോ എല്ലുകളിലോ എഴുതി വെക്കുന്നത്, നിങ്ങൾ അച്ചടിച്ച് അലമാറയിൽ വെക്കുന്നത്, നിങ്ങൾ ശേഖരിച്ച് സെർവറിൽ സൂക്ഷിക്കുന്നത്, അതിനെ ഇൽമ് എന്ന് പറയാൻ പറ്റില്ല. അത് മാലൂമാത്താണ്, വിവരങ്ങളാണ്, വിവരങ്ങളുടെ കഷ്ണങ്ങൾ, ഇൻഫോർമേഷൻസ്, ഡാറ്റം, അതാണത്. അതിന് ഇൽമ് എന്ന് പറയാൻ പറ്റില്ല. ഇൽമ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇൽമായി മാറുന്നത് എപ്പോഴാണ്? നോളജായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ്, മനുഷ്യനിൽ അതുണ്ടാകുമ്പോഴാണ്. മനുഷ്യനിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ അയാൾ ആലിമാണ്. മനുഷ്യനിൽ ഉണ്ടാകുന്ന ജ്ഞാനം ഇൽമാണ്. മറ്റത് വെറും മാലൂമാത്താണ്, വിവരങ്ങളുടെ കഷ്ണങ്ങളാണ്. ആ കഷ്ണങ്ങൾ കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ഒരു പരിവർത്തനവും ഉണ്ടാകുന്നില്ല. ഒരു കമ്പ്യൂട്ടറും മനനം നടത്തുന്നില്ല. എല്ലും കല്ലും തോലും ഇലയും താളിയോലകളും അച്ചടിയും പ്രസ്സും മനനങ്ങളോ ചിന്തകളോ നടത്തുന്നില്ല. അവയൊന്നും തന്നെ മനുഷ്യന് നേർവഴിക്ക് നടത്തുവാൻ പറ്റുന്ന മാതൃകകളായിത്തീരുന്നില്ല. അതിന് ഇൽമ് മാത്രമേ സഹായകമാവുകയുള്ളൂ. ഇൽമായി തീരുന്നത് അത് ആലിമിലേക്ക് ചേരുമ്പോൾ മാത്രമാണ്, മനുഷ്യരിലേക്ക് ചേരുമ്പോൾ മാത്രമാണ്. ഈ ഒരു തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ പഠിപ്പിച്ചു. ഈ സദസ്സിൽ വിജ്ഞാനം ശേഖരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇൽമ്, ഏത് തരത്തിലുള്ള ഇൽമാണോ നിങ്ങൾ ശേഖരിക്കുന്നത്, അത് നിങ്ങളിലേക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയമസ്തിഷ്കങ്ങളിലേക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ വെറും സെർവറുകളിലേക്കല്ല, വെറും സിഡിയിലേക്കല്ല. വിവരവിനിമയത്തിന്റെ സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യനും വിവരവും തമ്മിൽ അകന്നുപോകുന്നു എന്നുള്ളതാണ്. മനുഷ്യനും മാലൂമാത്തും തമ്മിൽ അകലരുത്. അങ്ങനെ അകലുന്നത് മനുഷ്യന് വലിയ നാശം സംഭവിപ്പിക്കും. ഖുർആൻ ഞാൻ പഠിച്ചില്ലെങ്കിൽ തകരാറില്ല, എന്റെ ലാപ്ടോപ്പിൽ അതുണ്ട്, എന്റെ കമ്പ്യൂട്ടറിൽ അതുണ്ട്. കണക്ക് കൂട്ടുന്നതും കിഴിക്കുന്നതും ഹരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തരക്കേടില്ല, എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അതായത് ജ്ഞാനം സാങ്കേതിക വിദ്യയിലേക്ക്, സങ്കേതത്തിലേക്ക് മാറുകയും മനുഷ്യൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ലോകത്തൊരു പരിവർത്തനവും വരാൻ പോകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വിജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ആ വിജ്ഞാനത്തെ സ്വന്തം ഹൃദയമസ്തിഷ്കങ്ങളിൽ ശേഖരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അതിനുള്ള ഒരു സഹായി മാത്രമേ ആകാൻ പാടുള്ളൂ നമ്മുടെ കിതാബുകളും നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ടിവിയും നമ്മുടെ സെർവറുകളും നമ്മുടെ കമ്പ്യൂട്ടറുകളും നമ്മുടെ സിഡികളും എന്ന് നാം മനസ്സിലാക്കണം. സാങ്കേതിക വിദ്യയുടെ വർധനവ് ഇൽമും ആലിമും തമ്മിൽ അകലാൻ കാരണമായി തീരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നാം ഒരു ശൂന്യതയിലേക്ക് ചെന്നു ചേരുകയാണ്. ആ ശൂന്യത നികത്തുവാൻ പര്യാപ്തമായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. ബഹുമാന്യനായ അബ്ദുറഹീം സാഹിബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഈ ആഴ്ചയിൽ അതുപോലെ പല സഹോദരന്മാരും സഹോദരിമാരെയും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾക്കും അവരുടെയൊക്കെ വിടവ് മൂലമുണ്ടായിട്ടുള്ള അപര്യാപ്തതകൾ നികത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.
അല്ലാഹുവേ നീ ശഅബാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമേ തമ്പുരാൻ. അല്ലാഹുവേ റമളാനിനെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാൻ. പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ റമളാനിന് വേണ്ടി നീ പ്രത്യേകം ശുദ്ധീകരിച്ച് പാകപ്പെടുത്തേണമേ തമ്പുരാനെ. അല്ലാഹുവേ റമളാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന ആരോഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ. ആരോഗ്യപരമായിട്ടുള്ള ദുർബലതകളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. സമ്പത്തിനോടുള്ള ഞങ്ങളുടെ നയം സന്തുലിതപ്പെടുത്തുവാനും എന്നിട്ട് ധാരാളമായി റമളാനിൽ ചെലവഴിക്കുവാനുമുള്ള മാനസികാവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم واجعل الجنة مأواهم. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم لا تشق خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا إنك رؤوف رحيم.